ഇന്ന് ഞാൻ ഇവിടെ ഇതേപോലൊരു ക്യാൻഡിലാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എൻ്റെ കയ്യിലുള്ള കുറച്ച് ഷെൽസ് എടുക്കുന്നുണ്ട്. അത് ഇതേപോലൊരു ഗ്ലാസ്സിൽ മെല്ലനെ വെച്ച് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ബെറ്റർ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതുപോലത്തെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വലിയ ഗ്ലാസ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഫ്ലവർ വെച്ച് കൊടുക്കുക. ഏത് ഫ്ലവർ ആയാലും കുഴപ്പമില്ല. എൻ്റെ വീട്ടിൽ വേറെ ഒന്നുമില്ല, ആകെ ഒരു ചെമ്പരത്തിയും മഞ്ഞ കോളാമ്പിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ചെമ്പരത്തി വെച്ച് നോക്കുന്നുണ്ട്. ആദ്യം ആ മഞ്ഞ കോളാമ്പി വെച്ചതിൻ്റെ അവശിഷ്ടമാണ് നിങ്ങൾ ആ ഗ്ലാസിൻ്റെ താഴെ മഞ്ഞ നിറത്ത് കാണുന്നത്. പക്ഷേ ഞാൻ ചെമ്പരത്തി വെക്കാൻ തന്നെ തീരുമാനിച്ച അവസാനം അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്നത് വരെ ഞാൻ 100% കോൺഫിഡൻ്റ് ആയിരുന്നു. വെള്ളം ഒഴിച്ച് തുടങ്ങിയപ്പോഴാണ് എൻ്റെ കിളി പോയത്. കാരണം അതാ പൊന്തി വരുന്നത് നമ്മുടെ ചെമ്പരത്തി വെള്ളത്തിൻ്റെ കൂടെ. പക്ഷേ നമുക്കതൊന്നൊരു കുഴപ്പമേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്ലവറിനെ ആ വെള്ളത്തിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയോ കുത്തി താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ ബഡ്സ് അതിൻ്റെ അകത്തേക്ക് വെക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് ഓയിൽ ആ വെള്ളത്തിൻ്റെ പുറത്തേക്ക് ഒഴിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ബഡ്സും ഗ്ലാസ് പേപ്പറിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇനി കത്തിക്കുക, വേറൊന്നും ചെയ്യാനില്ല. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ക്യാൻഡിൽ കാണാൻ വേണ്ടിയിട്ട്? സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റും. വേറൊരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ?